ഹലോ ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പം ഇന്നത്തെ വീഡിയോ ചക്കകൊണ്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് ആദ്യമായിട്ട് ഈ വർഷത്തെ ചക്ക കിട്ടിയതാണ്. ഞങ്ങൾ അളിയൻ കൊടുന്നതാണ് കേട്ടോ. പിന്നെ അവർക്ക് ഓരോ വീട്ടിലിട്ടപ്പം ചെറിയൊരു കഷ്ണം ഞങ്ങൾക്ക്, ചെറിയൊരു കഷ്ണം എന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണ്, തീരെ വലിപ്പമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് കിട്ടിയതാണ്. അപ്പം ഇമ്മ അത് നന്നാക്കി തരികയാണ്. പിന്നെ ഇവിടെ കാക്കൂനും ആർക്കും ഇഷ്ടമല്ല, എനിക്കും ഉമ്മാക്കും മാത്രമേ ഉള്ളൂ ചക്ക ഇഷ്ടം. അപ്പോൾ ഞങ്ങൾക്ക് തിന്നാൻ തന്നെ പാകം, അത്രയും ചെറുതാണ്. അപ്പം അമ്മ അത് കിട്ടിയ പാടന്നെ അമ്മ നുറുക്കി തരികയാണ്. അപ്പം ഉമ്മാക്കാണെങ്കിൽ ഇങ്ങനത്തെ കൂട്ടാനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. വേറെ ഫുഡിനോടൊന്നും ഉമ്മാക്ക് അത്ര താല്പര്യമില്ല. അപ്പം ഇമ്മാക്കാണെങ്കിൽ നുറുക്കാൻ എളുപ്പമാണ്, എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര പാടാട്ടോ നുറുക്കാൻ. ഞാൻ തിന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല വിചാരിച്ചു നുറുക്കാൻ. അപ്പം എനിക്കൊക്കെ എങ്ങനെ പറയാം, നുറുക്കിയാണ്ട് പരിചയമല്ല. അപ്പം ഉമ്മ ഇവിടെ ഇങ്ങനെ നുറുക്കി തരുന്നോണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ചക്ക കിട്ടിയ കൂട്ടാൻ വെച്ച് കഴിക്കട്ടോ, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ചക്കൻ്റെ കലാപരിപാടികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മളെ ചക്കക്കൂട്ടാൻ വെന്ത് ഉടഞ്ഞ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയൊക്കെ നല്ല ഉടഞ്ഞ് എന്താ പറയുക, നല്ല പൊടിയൊക്കെ വരിക അതേപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനിതിക്ക് നാളികേരം, കുരുമുളക്, നല്ല ജീരകം, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിലൊന്ന് ഒതുക്കിയാണ്ട് അതും ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതും കൂടെ ഞങ്ങളത് ഇട്ടിട്ട് ഇടവെക്കൽ, സാധാരണ വെക്കുകയാണെങ്കിലും അതിടും. അങ്ങനെ അടിപൊളി അതും കൂടി ഇട്ടപ്പോൾ തന്നെ എൻ്റെ അമ്മോ ഒന്ന് പറയല്ല, അടിപൊളി ടേസ്റ്റ്. പിന്നെ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് കടുകും കരിയപ്പും വറുത്ത് അതും ഇട്ട് കൊടുത്ത് ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് കഴിച്ച് നോക്കട്ടോ. അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ഒന്ന് ഇട്ട് പാകാക്കി വന്നപ്പോൾ തീരല്ല കേട്ടോ. ഞങ്ങൾക്ക് 2 പ്ലേറ്റൊക്കെ കണക്കാ വിളമ്പിയപ്പം. അങ്ങനെ ഞാനും ഒന്ന് ആസ്വദിച്ച് കഴിച്ച്. നല്ല ചൂടേനു, എന്താ പറയുക, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ കഴിക്കാൻ.